നമസ്കാരം, സിനിഗ്രാം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്കുട്ടി എന്ന നിരാശാകാമുകന്റെ റോളിൽ അഭിനയിച്ചത് മധുവായിരുന്നു. മലയാള സിനിമയിലെ കാൽപ്പനിക ഭാവങ്ങളില്ലാത്ത ആദ്യത്തെ നിരാശാകാമുകൻ പരീക്കുട്ടിയായിരുന്നു. മധു എന്ന നടന്റെ അഭിനയ പക്വത 1964 പുറത്തിറങ്ങിയ ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരനിലൂടെ നാം കണ്ടതാണ്. രാമു കാര്യാട്ടിന്റെ മൂടുപടം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് മധു ആദ്യമായി മേക്കപ്പെട്ടതെങ്കിലും ആദ്യം അഭിനയിച്ചത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലായിരുന്നു. പരീക്കുട്ടിയുടെ പ്രണയവും വിരഹവും നിസ്സംഗതയും ഒക്കെ മധു എന്ന അതുല്യ നടന്റെ നടന വൈഭവത്തിന്റെ വിജയം തന്നെയായിരുന്നു. കറുത്തമ്മേ എന്നദ്ദേഹം വിളിക്കുമ്പോൾ ആ വിളിയിലെ സ്നേഹമസൃണതയിൽ ഏത് കറുത്തമ്മയുടെ മനസ്സും എന്തോ എന്ന് മന്ത്രിക്കും. ചെമ്പൻ കുഞ്ഞെന്ന ദുരാഗ്രഹിയായ അരയനെ അനശ്വരമാക്കിയ അഭിനേതാവായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ. കൊട്ടാരക്കര എന്ന നടന്റെ അസാമാന്യമായ അഭിനയശേഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ചെമ്മീനിലെ ചില മുഹൂർത്തങ്ങൾ മാത്രം മതി. അദ്ദേഹത്തിന്റെ ശബ്ദഗാംഭീര്യവും സംഭാഷണ ശൈലിയുമൊക്കെ ഏറെ പ്രത്യേകതകളുള്ളതാണ്. റൊക്കം കായുണ്ടോ എന്ന് പരീക്കുട്ടിയോട് ചോദിക്കുന്നതും നിന്നെയൊന്നു വണ്ണം വെപ്പിച്ചെടുക്കണം, നമുക്കൊന്ന് സുഖിക്കണമെടി എന്ന് ചക്കിയോട് പറയുന്നതും ചക്കിയുടെ മരണാനന്തരം വിലപിക്കുന്നതും കടപ്പുറത്തിരിക്കുന്ന പരീക്കുട്ടിയെ കണ്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ചെമ്പൻകുഞ്ഞ് പൂഴി തെറിപ്പിച്ചുകൊണ്ടുവന്ന് പറയുന്നു, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത്രേ ഉള്ളൂ, പിടിച്ചോ, നിങ്ങൾ നന്നായി വാ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ. ഭാവാഭിനയവും സംഭാഷണവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അസാധാരണ പ്രകടനങ്ങൾ, ഒരുപക്ഷെ കൊട്ടാരക്കരയ്ക്ക് മാത്രം കഴിയുന്ന പ്രകടനങ്ങൾ. പരീക്കുട്ടിയെ മോഹിപ്പിച്ച കറുത്തമ്മ, ചെമ്പൻകുഞ്ഞിന്റെയും ചക്കിയുടെയും 2 മക്കളിൽ മൂത്തവൾ, മലയാളത്തിന്റെ സ്വപ്നസുന്ദരിയായ വെളുത്തമ്മയായ ഷീലയാണ് കറുത്തമ്മ എന്ന പ്രണയിനിക്ക് ജീവൻ നൽകിയത്. പരീക്കുട്ടിയെ മോഹിപ്പിച്ച കറുത്തമ്മ, ചെമ്പൻകുഞ്ഞിന്റെയും ചക്കിയുടെയും 2 മക്കളിൽ മൂത്തവൾ, അന്യജാതിക്കാരനായ കളിക്കൂട്ടുകാരനെ പ്രണയിച്ചതിന് സ്വന്തം നാടും ഭർതൃനാടും ഒരുപോലെ ആക്ഷേപിക്കപ്പെട്ട പ്രണയിനി, വിവാഹത്തോടെ പഴയ ബന്ധമുപേക്ഷിച്ച് തീർത്തും വിശ്വസ്തയും പതിവ്രതയുമായ കറുത്തമ്മ, ഒടുവിൽ വിധിയുടെ വിളയാട്ടത്തിൽ എന്നേ പരീക്കുട്ടിക്ക് സമർപ്പിക്കേണ്ട തന്നെ വൈകിയാണെങ്കിലും മറ്റൊരാളുടെ ഭാര്യയാണെങ്കിലും സമർപ്പിക്കുന്നു, ആദ്യമായും അവസാനമായും. ഒടുവിൽ ആക്ഷേപങ്ങളും അപമാനങ്ങളും വിലക്കുകളുമില്ലാത്ത നിത്യശാന്തിയുടെ തീരത്തേക്ക് കമിതാക്കൾ പോകുന്നു. മലയാളത്തിൻ്റെ സ്വപ്നസുന്ദരിയായ വെളുത്തമ്മയായ ഷീലയാണ് കറുത്തമ്മ എന്ന പ്രണയിനിക്ക് ജീവൻ നൽകിയത്. ഷീലയുടെ അലൗകിക സൗന്ദര്യവും ഭാവപ്രകടനങ്ങളും സംഭാഷണ ശൈലിയുമൊക്കെ കറുത്തമ്മയെ അനശ്വര പ്രണയിനിയാക്കി. കൊച്ചുമുതലാളി എന്നുള്ള പ്രേമപൂർവമുള്ള വിളികളും കണ്ണുകളിലെ പ്രണയദാഹവുമൊക്കെ ഒരുപക്ഷെ ഷീല എന്ന അഭിനേത്രിക്ക് മാത്രം കഴിയുന്ന ഒന്ന്. ചെമ്പൻകുഞ്ഞിന്റെ കൂട്ടുകാരനും അയൽവാസിയുമായ അച്ഛൻ കുഞ്ഞിനെ അവതരിപ്പിച്ചത് SP പിള്ളയായിരുന്നു. ചലച്ചിത്ര രംഗത്ത് വരുന്നതിന് മുമ്പ് അല്പം സ്വല്പം മിമിക്രി പരിപാടിയൊക്കെ SP-ക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഭാഷാപ്രയോഗങ്ങൾ അദ്ദേഹത്തിന് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. ചെമ്പൻകുഞ്ഞിന്റെ ഭാര്യയായ ചക്കി മരക്കാത്തിയെ അവതരിപ്പിച്ചത് അടൂർ ഭവാനിയായിരുന്നു. അനുജത്തി അടൂർ പങ്കജത്തിനൊപ്പം കൂട്ടുവന്ന ഭവാനിയെ കണ്ടപ്പോൾ സംവിധായകനായ രാമു കാര്യാട്ട് തീരുമാനിച്ചു ചക്കിയുടെ റോളിൽ ഭവാനി മതിയെന്ന്. അടൂർ ഭവാനി ആദ്യമൊന്ന് അമ്പരന്നുവെങ്കിലും സമ്മതിച്ചു, അഭിനയിച്ചു, ആ കഥാപാത്രമായി ജീവിച്ചു. ഒരുപക്ഷേ മറ്റാരഭിനയിച്ചാലും ചക്കി എന്ന കഥാപാത്രം ഇത്രയ്ക്ക് മികച്ചതാകുമെന്ന് തോന്നുന്നില്ല. അല്പം വായാടിയായ നല്ല പെണ്ണിനെ അവതരിപ്പിച്ചത് അടൂർ പങ്കജമായിരുന്നു. മുഴുക്കുടിയനും അലസനും മടിയനുമായ ഭർത്താവ് അച്ഛൻ കുഞ്ഞിനെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്ന നല്ല പെണ്ണിന്റെ നിരാശയും കോപവുമൊക്കെ അടൂർ പങ്കജം അനായാസം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. കറുത്തമ്മയുടെ സഹോദരി പഞ്ചമിയെ അവതരിപ്പിച്ചത് ലതാ രാജു. പ്രശസ്ത ഗായികയായിരുന്ന ശാന്താ പി നായരുടെയും സാഹിത്യകാരനും സംവിധായകനുമായ കെ പത്മനാഭൻ നായരുടെയും മകളായ ലത
ചില ആദ്യകാല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ചിത്രങ്ങളിലും ലത പാടിയിട്ടുണ്ട്. ചെമ്മീനിൽ അപ്രധാനമായ വേഷങ്ങളിൽ അഭിനയിച്ച പലരും പിൽക്കാലത്ത് പ്രശസ്തരായി തീർന്നിട്ടുണ്ട്. കൊച്ചിയുടെ കലാസാംസ്കാരിക രംഗത്ത് ഏറെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു A.J. എഡ്വേർഡ് എന്ന എഡ്ഡി മാസ്റ്റർ. 1957 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മിന്നാമിനുങ് എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തെ എഡ്ഡി മാസ്റ്റർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ബന്ധം വെച്ചാകാം രാമു കാര്യാട്ടിനെ ചെമ്മീൻ നിർമ്മാതാവായ ബാബു സേട്ടിനെ എഡ്ഡി മാസ്റ്റർ പരിചയപ്പെടുത്തി കൊടുത്തതും ചെമ്മീൻ സിനിമയുടെ പിറവിക്ക് കാരണമായതും. ചെമ്മീനിൽ തുറയിൽ അരയന്റെ റോളിൽ എഡ്ഡി മാസ്റ്റർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് കൊച്ചിയിലെ വൻ ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നു ഈസ ഇസ്മായിൽ സേട്ട് എന്ന ബാബു സേട്ട്. രാമു കാര്യാട്ട് ചില സുഹൃത്തുക്കൾ വഴി ബാബു സേട്ടിനെ പരിചയപ്പെടുകയും തന്റെ മനസ്സിലുള്ള ചെമ്മീൻ സിനിമയുടെ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കാര്യാട്ടിന്റെ ഭാവനയ്ക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് ചെമ്മീൻ നിർമ്മിക്കാമെന്ന് ബാബു സമ്മതിച്ചു. പക്ഷേ അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. പിതാവിന്റെ മരണസമയത്ത് മൈനറായിരുന്ന ബാബുവിന് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നതിന് കുറച്ചു കാലം കൂടി വേണമായിരുന്നു. ആ സമയം ആഗതമായപ്പോൾ കൺമണി ഫിലിംസ് എന്നൊരു പുതിയ ചലച്ചിത്ര സ്ഥാപനം ഉദയം കൊണ്ടു. അന്നത്തെ കാലത്ത് 6 ലക്ഷം രൂപ ചെലവാക്കി ഒരു സിനിമ നിർമ്മിക്കാനുള്ള ചങ്കൂറ്റം ഒരുപക്ഷെ അന്ന് ബാബു സേട്ടിനല്ലാതെ മറ്റൊരു നിർമ്മാതാവിന് കഴിയില്ലായിരുന്നുവെന്നത് ഒരു സത്യം മാത്രമാണ്. ആ ചങ്കൂറ്റത്തിന്റെ പ്രതിഫലനമായിരുന്നു ചെമ്മീന് ലഭിച്ച രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ. സ്വർണ്ണ മെഡൽ മാത്രമല്ല, റിലീസ് ചെയ്ത മിക്ക കേന്ദ്രങ്ങളിലും 100 ദിവസങ്ങളോളം ചെമ്മീൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ചെമ്മീൻ സിനിമയുടെ ലാഭത്തിന്റെ ഒരു പങ്കുകൊണ്ടാണ് എറണാകുളം കവിതാ തിയേറ്റർ ബാബു പണിതത്. കേരളത്തിലെ ആദ്യത്തെ ലക്ഷറി തിയേറ്റർ ആയിരുന്നു കവിത. ചെമ്മീന് ശേഷം 2 സിനിമകൾ കൂടി അദ്ദേഹം നിർമ്മിച്ചു. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത 7 രാത്രികളും എഡിറ്റർ രവി സംവിധാനം ചെയ്ത അസ്ഥിയും രണ്ടും ദയനീയ പരാജയങ്ങളായിരുന്നു. ഇത് ബാബു സേട്ടിനെ മാനസികമായി തളർത്തിക്കളഞ്ഞു, തകർത്തുകളഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഒടുവിൽ കൊട്ടാര സദൃശമായ വീടും കവിതാ തിയേറ്ററും വിൽക്കേണ്ടി വന്നു. ചെമ്മീൻ എന്ന ചലച്ചിത്രം കൊണ്ട് നിരവധി ആളുകൾക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ചെമ്മീൻ്റെ നിർമ്മാതാവായ ബാബു സേട്ടിനും വലിയ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം എടുത്ത ചിത്രങ്ങളെല്ലാം സാമ്പത്തികമായി പരാജയപ്പെടുകയും അദ്ദേഹം വലിയ കടക്കണിയിലാവുകയും ചെയ്തു. എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ ബാബു സേട്ടിനെ അവസാനമായി കണ്ട വ്യക്തികളിൽ ഒരാളായ ചലച്ചിത്ര പ്രവർത്തകനായ ശ്രീ തങ്കരാജിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ബാബു സേട്ടിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് എറണാകുളത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ചാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച. എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ VJ വിക്ടർ, അദ്ദേഹമാണ് എന്നെ ബാബു സേട്ടിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലൊരു രോഗിയായിട്ടല്ല കിടന്നത്, പ്രത്യേക പരിചരണങ്ങൾ കിട്ടാൻ വേണ്ടി അവിടുത്തെ റൂം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഡോക്ടർ നൽകിയതാണ്. അങ്ങനെ വളരെ കാര്യങ്ങൾ ചെമ്മീൻ സിനിമയെക്കുറിച്ചും അല്ലാതെയൊക്കെ പല കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതോ ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, അവർക്ക് ചെമ്മീൻ DTSൽ ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതിൻ്റെ പെർമിഷൻ ചോദിച്ച് വന്നാണ്. അദ്ദേഹം നൽകുകയും ചെയ്തു. പക്ഷേ എന്തോ വിധിയുടെ വിളയാട്ടമെന്നേ പറയേണ്ടതുള്ളൂ, അദ്ദേഹം ആ ഇടയ്ക്ക് തന്നെ അന്തരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോജക്റ്റ് മുടങ്ങുകയും ചെയ്തു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു എന്നാണ് അറിവ്. ഞാനും ബാബു സേട്ടും തമ്മിൽ സംസാരിച്ച കൂട്ടത്തിൽ അറിയാൻ കഴിഞ്ഞാണ്, ചെമ്മീനിലെ പരീക്കുട്ടിയുടെ വേഷം ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചത് നസീർ സാറിനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. മറ്റു ചില കെട്ടുപാടുകളിൽ ബന്ധപ്പെട്ട് കിടന്ന അദ്ദേഹത്തിന് ഈ ഓഫർ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുമല്ല, ഒരു പ്രമുഖ സ്റ്റുഡിയോ ഉടമയും നിർമ്മാതാവും ഒക്കെ ആയിരുന്നൊരു വ്യക്തിയുടെ അവരുടെ ചിത്രങ്ങൾ അഭിനയിക്കാൻ വേണ്ടി എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഡേറ്റ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലം തൊട്ടേ അദ്ദേഹം നൽകിയിരുന്നു. അപ്പോൾ അവരുടെ ഷൂട്ടിങ്ങുകൾക്കും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു, അത് ബുദ്ധിമുട്ടാണ്, നസീറിന് പോകാൻ പറ്റിയില്ലെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് നസീർ സാർ ആ വേഷം ഉപേക്ഷിച്ചത്.
ഇതും ആ സംഭാഷണത്തിനിടയ്ക്ക് ബാബു സേട്ടിൽ നിന്ന് അറിഞ്ഞതാണ് ഈ വസ്തുത. ഇതേക്കുറിച്ച് പലർക്കും അറിയില്ല. പരീക്കുട്ടിയായിട്ട് അഭിനയിക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചത് നസീർ സാറിന് തന്നെയായിരുന്നു. 2005 നവംബർ 25 ബാബു സേഠ് അന്തരിച്ചു. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമായ ചേറ്റുവയിൽ പ്രസിദ്ധമായ കാര്യാട്ട് തറവാട്ടിൽ രാമു എന്ന രാമു കാര്യാട്ട് ജനിച്ചു. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നത് കാര്യാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ ഫലമായിരുന്നു ചന്ദ്രതാരയ്ക്ക് വേണ്ടി TK പരീക്കുട്ടി നിർമ്മിച്ച നീലക്കുയിൽ. സംവിധാനം ചെയ്യാൻ P ഭാസ്കരനെയും കാര്യാട്ട് ഒപ്പം കൂട്ടി. അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന നീലക്കുയിൽ ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായി വെള്ളി മെഡൽ നേടിക്കൊടുത്തു. ആദ്യ ചിത്രത്തിലെ അംഗീകാരം രാമുവിലെ കലാകാരന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. തുടർന്ന് മിന്നാമിനങ്ങ്, ചന്ദ്രതാരയുടെ തന്നെ മുടിയനായ പുത്രൻ, മൂടുപടം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പിന്നീടുള്ള സംരംഭമായിരുന്നു ചെമ്മീൻ. ചെമ്മീൻ നിർമ്മിക്കാനുള്ള അവകാശം വാങ്ങിയത് വൈദ്യനാഥ അയ്യരായിരുന്നു. അവരുടെ ബാനറാണത്രേ കൺമണി ഫിലിംസ്. ഏതായാലും 8000 രൂപയ്ക്കായിരുന്നു അവകാശം വാങ്ങിയത്. അന്നതൊരു വലിയ തുകയായിരുന്നു. പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് ബാബു സേട്ട് കഥയും ബാനറും വാങ്ങിയതാണെന്നും പറയപ്പെടുന്നു. ചെമ്മീൻ സിനിമയാക്കാനുള്ള അവകാശം വാങ്ങിയെങ്കിലും രാമു കാര്യാട്ടിന്റെ അതിവിശാലമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വൻ മുടക്ക് മുതൽ വരുന്ന ഈ ചിത്രം നിർമ്മിക്കാൻ പറ്റിയ ഒരു നിർമ്മാതാവിനെ തേടി രാമു കാര്യാട്ട് ഒരുപാട് അലഞ്ഞു. തന്നെ ആദ്യമായി സംവിധായകനാക്കിയ TK പരീക്കുട്ടിയെയും അദ്ദേഹം സമീപിച്ചു. എന്നാൽ ഈസ്റ്റ്മാൻ കളറിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ചിലരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കാൻ TK പരീക്കുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. കാര്യാട്ട് വീണ്ടും ഒരു നിർമ്മാതാവിനെ തേടിയുള്ള അന്വേഷണം തുടർന്നു. അതൊടുവിൽ ചെന്നവസാനിച്ചത് കൊച്ചിക്കാരൻ കൂടിയായ ബാബു സേട്ടിലാണ്. രാമു കാര്യാട്ടിന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ ബാബു സേട്ട് എന്നൊരു കലാഹൃദയമുള്ള, തന്റേടമുള്ള ഒരു നിർമ്മാതാവിനെ അന്ന് ലഭിച്ചത് മലയാള സിനിമയുടെ ഭാഗ്യമായിരുന്നു, പുണ്യമായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ള കേരളത്തിന്റെ മോപ്പസാങ് എന്നും അറിയപ്പെടുന്നു. പുറക്കാട് കടപ്പുറത്തെ മുക്കുവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മനുഷ്യരുടെ ചിരിയും കണ്ണീരും സ്വപ്നങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും തകഴിയുടെ തൂലികയിലൂടെ കഥാപാത്രങ്ങളായി രൂപം പ്രാപിച്ചു. ചെമ്മീൻ സിനിമയാക്കുന്നതിൻ്റെ അവകാശം നൽകിയപ്പോൾ തകഴി ഇപ്രകാരം പറഞ്ഞുവത്രേ: എൻ്റെ മകളെപ്പോലെയാണ് ഈ നോവൽ എനിക്ക്. ഞാനിവളെ നിന്റെ കൈകളിലേൽപ്പിക്കുന്നു. നീ നന്നായി വളർത്തുകയോ കൊല്ലുകയോ എന്തോ ചെയ്തോ, അത് നിന്റെ കഴിവ് പോലെയിരിക്കും. തകഴിയുടെ സങ്കല്പങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ചെമ്മീൻ സിനിമ മാറി. ചെമ്മീൻ സിനിമയുടെ ഖ്യാതിയുടെ നല്ലൊരു പങ്ക് ലഭിച്ചതും തകഴിക്കായിരുന്നു. 1966 ആഗസ്റ്റ് 19 കൺമണി ഫിലിംസ് ചെമ്മീൻ നേരിട്ട് തിയേറ്ററുകളിൽ എത്തിച്ചു. 1965 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ചെമ്മീന് ലഭിച്ചു. അങ്ങനെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രമായി ചെമ്മീൻ. അതുവരെ ഉത്തരേന്ത്യക്കാർക്ക് മാത്രം ലഭിച്ചിരുന്ന അവാർഡ്, ബംഗാളികൾക്കും ഹിന്ദിക്കാർക്കും മാത്രം ലഭിച്ചിരുന്ന അവാർഡ് ചെമ്മീൻ വഴി ദക്ഷിണേന്ത്യയിലേക്ക് ആദ്യമായി ലഭിച്ചു എന്ന പ്രത്യേകതയും ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിനുണ്ട്. അങ്ങനെ ചെമ്മീൻ അതിൻ്റെ തിളക്കമാർന്ന 60 ആണ്ടുകൾ ആഘോഷിക്കപ്പെടുകയാണ്. ചെമ്മീൻ 50 വർഷം പിന്നിട്ടപ്പോൾ മസ്കറ്റ് മലയാളികൾ അത് ഗംഭീരമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി. മധു, ഷീല, ലത രാജു തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നും ചെമ്മീൻ കാണുമ്പോൾ അന്ന് കണ്ട അതേ പുതുമ, അതേ ഫീൽ ഇന്നും അനുഭവപ്പെടും. അഭിനയത്തിൻ്റെ, വർണ്ണക്കാഴ്ചകളുടെ, സംഗീതത്തിൻ്റെ, അവതരണത്തിൻ്റെ ഈ മികവുകൾ ഒരുപക്ഷെ ചെമ്മീന് മാത്രം സ്വന്തം. ഇതിന് കാരണക്കാരായ ബാബു സേട്ടിൻ്റെ ചങ്കൂറ്റവും രാമു കാര്യാട്ട് എന്ന പ്രതിഭാശാലിയുടെ അതിവിശാലമായ കാഴ്ചപ്പാടുകളെയും വൈഭവത്തെയും നമുക്ക് ആദരപൂർവ്വം ഓർക്കാം, നമിക്കാം.